നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കുറെ കാലമായിട്ട് ഇവിടുത്തെ ചോറ് തിന്നോണ്ടിരിക്കുകയല്ലേ. ആരൊക്കെ പറയുന്നത് അനുസരിക്കണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. മതി മതി, നീ കിടന്ന് ചാടണ്ട. ആ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, എല്ലാവരും റെഡിയല്ലേ? ഒരു മാറ്റവും സൂര്യ ഞാൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അവസാനത്തെ യാത്രയല്ലേ. വാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഓ, സന്തോഷായിട്ട് പോയിട്ട് വാ മോളെ പ്രിയങ്കേ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞുവിടുന്നത്. സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. നമ്മുടെ മുമ്പിലുള്ള സന്തോഷങ്ങൾ തെരഞ്ഞുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നല്ല മനസ്സോടെ സമീപിച്ചാൽ എല്ലാം സന്തോഷമാവുകയുള്ളൂ. എടാ, പ്രിയങ്ക മോളെ നല്ലോണം നോക്കിക്കോണം. കൃത്യമായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം. അക്കാര്യത്തിൽ എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരാം. എടാ, ഞങ്ങളെ ഇറങ്ങി നോക്കുക. ശരിയടാ, ഇറങ്ങിക്കോ, നേരം കളയണ്ട. ഇറങ്ങുവാ മുത്തശ്ശി. ആ പോട്ടെ. ശരി. അല്ല, നമ്മൾ എപ്പോഴാ പുറപ്പെടുന്നേ? തിടുക്കം വേണ്ട, അവര് കുറച്ചു ദൂരം പോട്ടെ, എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ടാ മതി. പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് തന്നെ രണ്ടുപേരും എത്തിയാ മതിയായിരുന്നു. അതൊക്കെ അവരെത്തിക്കോളും. ഈ യാത്രയോടെ കൽപ്പനയുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കിട്ടും. അത് മതി. ഈ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം നടന്നാ മതി. ആ, കമ്പനിയിലെ ചില ക്ലയൻസിന്റെ കാര്യങ്ങളുമായി എനിക്കും ചന്ദ്രശേഖരനും പോകേണ്ടതുണ്ട്. 1-2 ദിവസം കൂടി എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ നോക്കാം. ഉർവശി എവിടെ? ചെറിയമ്മ റെഡി ആയിക്കൊണ്ടിരിക്കാം. അങ്ങനെ അവരെ പരീക്ഷിക്കാനാണെങ്കിലും നമുക്കൊരു യാത്രയായി. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണെങ്കില് 2-3 ദിവസമല്ല, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നാ മതി. അതെ മുത്തശ്ശി, യാത്ര ആദ്യം തീരുമാനിച്ചപ്പോ അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഇപ്പൊ എന്തോ വല്ലാത്തൊരു ഉത്സാഹം. താങ്ക്സ് കൽപ്പന ഈ തീരുമാനത്തിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.